കൂട്ടുകാരെ, ഇത് പൊതിച്ചോറാണ്. കുറച്ചധികം നമുക്ക് പൊതി ഒരു ദിവസം കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ അത് വേഗത്തിൽ തയ്യാറാക്കുമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താണ്ട് ഇതൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഈ കുക്കറിൽ 3 ഗ്ലാസ് അത്യാവശ്യം വലിപ്പം വരുന്ന ഒരു ഗ്ലാസ് എൻ്റെ കയ്യിലുണ്ട്. ആ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയും അതിനുള്ള വെള്ളവും ഒക്കെ പറ്റൂ. ഇതേണ്ട ഗ്ലാസ്സാണ് ഈ കാണിക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിൽ ഞാൻ 5 ഗ്ലാസ് അരി ഇതിലിടാൻ പോവുകയാണ്. അങ്ങനെ ഇട്ട് ഞാനിന്ന് ഈ ചോറെങ്ങനെ വേവിച്ച് വേഗത്തിൽ സമയലാഭം, ഗ്യാസ് ലാഭം, ഇങ്ങനെയൊക്കെ ഇത് വേഗത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് മിക്കവർക്കും അറിയാമായിരിക്കും. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ 5 ഗ്ലാസ് അരി എടുത്തിട്ട് ഈ കുക്കറിൻ്റെ അകത്ത് നന്നായിട്ട് കഴുകി. ഇപ്പോഴത്തെ അരിയൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്യണം. എന്തോ ഒരു കെമിക്കലൊക്കെ ആണല്ലോ അരിക്കകത്തൊക്കെ, നമ്മുടെ കയ്യിലൊക്കെ കുഴഞ്ഞു പിടിക്കും. അതിന് ചൂടുവെള്ളത്തിൽ ആദ്യം ഒന്ന് കഴുകിയാൽ അത് മുഴുവനും പോരും. പിന്നെ തണുത്ത വെള്ളത്തിൽ കഴുകി വാഷ് ചെയ്യാം. അങ്ങനെ നല്ലതായിട്ട് കഴുകി കുക്കറിൻ്റെ മേൽഭാഗം വരെയും വെള്ളം, 3/4 ഭാഗമല്ല അതിലും കുറച്ചുകൂടി വെള്ളം തിളച്ച് പോകുകയൊന്നും ചെയ്യത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വിസിൽ വരുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്യുക. കണ്ടോ ചോറ്, ആ ചോറിൻ്റെ അകത്ത് ഒരു തുള്ളി പോലും വെള്ളമില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ ഞാൻ വിശാലമായിട്ടൊരു 2 കിലോ കൊള്ളുന്ന ഒരു ചരുവമാണ്. അതിൻ്റെ അകത്ത് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് ഈ വെച്ചിരിക്കുന്ന ചോറ്, അത് നമ്മൾ ഇടുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാര്യം നമ്മുടെ കയ്യിലൊക്കെ തിളച്ച വെള്ളമാണ് നമ്മുടെ അടുപ്പിലിരിക്കുന്നത്. അപ്പോൾ അതിലോട്ടൊക്കെ ശ്രദ്ധിച്ച് വേണം അതൊക്കെ ചെയ്യാനല്ലേ യൂട്യൂബിൽ കാണിച്ചത് കണ്ട് ഞങ്ങളിത് ചെയ്തു. ഞങ്ങൾ അപകടത്തിലോട്ടൊന്നും പോകരുത്. തിളച്ച വെള്ളത്തിൽ ഞാനൊരു തവി എടുത്ത് കോരി ഇടുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ചോറിലുണ്ടായിരുന്ന പശയും കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ അരിപ്പ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് ഇത് നമ്മൾ ഊറ്റിക്കഴിഞ്ഞാൽ ആ ചോറ് നല്ല ഫ്രഷായിട്ട്, നല്ല അളിഞ്ഞു പോകാത്ത നല്ല ചോറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്നില്ല. ഈ വേഗത്തിൽ എനിക്ക് ഒരു 5-8-10 പേർക്കാണ് ഈ ചോറ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഒരു കാരണവശാലും ഈ 5 ലിറ്റർ കുക്കറിൽ അത്രയും ചോറ് പറ്റത്തില്ല. അപ്പോൾ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഒരു വിസിൽ വരുന്നതിന് മുമ്പായിട്ട് നിർത്തിയിട്ടത് കൊണ്ടാണ് ആ ചോറ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു പാത്രത്തിൽ വെച്ച് ആ വെള്ളം തിളപ്പിച്ച് ആ ചോറിനെ നല്ല ഇതാക്കിയെടുത്ത് ഊറ്റിയ ഭാഗമാണ് നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ബുദ്ധിയിൽ കൂടി, ഞാൻ ഇതാരും കാണിച്ചു തന്നതോ പറഞ്ഞു തന്നതോ ഞാൻ യൂട്യൂബിൽ കണ്ടതോ ഒന്നുമല്ല. പലർക്കും അറിയാമായിരിക്കും, എന്നാലും ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ഇത് 10 പേരിൽ കൂടുതൽ ആളുകൾക്ക് ഈ ചോറ് എടുക്കാം. നമുക്ക് ഒരു കാരണവശാലും 5 ലിറ്റർ കുക്കറിൽ 10 പേർക്ക് ചോറെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ നോക്കിയാൽ അത് എടുക്കാൻ പറ്റും. എനിക്കിന്ന് കുറച്ചധികം പൊതി കെട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ട ആ ചോറൊക്കെ നല്ല ഒന്നേ തൊടാത്തതുപോലെ നല്ല പശയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിലാണ് എനിക്ക് ചോറ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ആർക്കും, ഇത് 2 കിലോ കൊള്ളുന്ന പാത്രമാണ് ഇരിക്കുന്നത്. അപ്പം ഏകദേശം 2 കിലോയ്ക്ക് അടുത്ത ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 പേർക്കോളം പറ്റുന്ന ചോറ് ഉണ്ട്. അങ്ങനെ നമ്മളെ വേഗത്തിൽ നമുക്കിതുകൊണ്ട് പറ്റുന്നത് സമയം, എനിക്കിപ്പോൾ 7 മണിക്ക്, ഇന്ന് രാവിലെ 7 മണിക്ക് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അത്രയും സമയം കൊണ്ട് എനിക്ക് 2 പ്രാവശ്യം കുക്കറിൽ വയ്ക്കുന്ന ചോറ് ഒറ്റ പ്രാവശ്യമായിട്ട് ഞാൻ വെച്ചെടുത്തതാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എളുപ്പവും ആയിട്ടൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങൾ ഞാൻ പൊതി കെട്ടാനാണ് ഞാൻ ഈ ചോറ് വെച്ചത്. അപ്പോൾ പൊതി കെട്ടുന്ന ഭാഗം കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരികയാണ്. ഞാൻ ഇത്രയും 4 പൊതിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ 4 പൊതിക്കുള്ള അത് കഴിഞ്ഞിട്ട് കുറേ ചോറ് ബാക്കി, ഒരു 4 പൊതിക്കൂടുള്ള അതിലും കൂടുതൽ ചോറ് എൻ്റെ കയ്യിൽ വേറെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമയലാഭം, ഗ്യാസ് ലാഭം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ. ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് 7 മണിക്ക് പോകേണ്ടത് കൊണ്ട് ഇത്രയും സാധനം ഞാൻ മീൻകറി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കി. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേഗത്തിൽ ചെയ്യാനുള്ള
ടിപ്സൊക്കെയാണിത്. അറിയാൻ വയ്യാത്തവരൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം.